പഠിക്കാൻ പോകുന്നത് ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ ആണ്. അതിനകത്ത് ഒന്നാമത്തെയാണ് ട്രാപ്പിസോയിഡൽ റൂൾ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ വരുന്നത് ഫോർമുല വരുന്നത് ഇന്റഗ്രൽ x0 to x0 plus nh f of x dx is equal to h by 2 y0 plus y1 plus 2 into y1 plus y2 plus y3 up to yn minus 1. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് y0 plus yn ഒരു ബ്രാക്കറ്റിനകത്താണ്, 2 into y1 മുതൽ yn minus 1 അത് ബ്രാക്കറ്റിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ഇതാണ് നമ്മള് ട്രാപ്പിസോയിഡൽ റൂൾ. ഓക്കെ, ഈ ഫോർമുലാസ് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് യൂസ് ട്രാപ്പിസോയിഡൽ റൂൾ ടു ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 x cube dx കൺസിഡറിംഗ് 5 സബ് ഇന്റർവെൽസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാം. ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ x0 is equal to നമുക്ക് എന്താണ് 0 ആണ്. x0 plus n ന്റെ സ്ഥാനത്ത് എന്താണ് x0 plus n into h is equal to 1. ഓക്കെ, n into h is equal to 1. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നുണ്ട് കൺസിഡറിംഗ് 5 സബ് ഇന്റർവെൽ. ഇന്റർവെൽ എത്രയാണ് 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n is equal to 5. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, h കണ്ടുപിടിക്കണം അല്ലെ, ഇന്റർവെൽ കണ്ടുപിടിക്കണം. ഇന്റർവെലിന്റെ എണ്ണാണ് 5, h എന്ന് പറയുന്നതാണ് ഇന്റർവെലാണ്. അപ്പൊ x0 plus nh is equal to x0 plus nh is equal to എന്താണ് 1 ആണ്. അപ്പൊ x0 അങ്ങോട്ട് പോകുമ്പോൾ nh is equal to 1 minus x0. അപ്പൊ nh is equal to എന്താണ് 1 minus x0 divided by n. x0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 ആണ്. That is equal to 1 minus 0 divided by 5. That is equal to 1 by 5 is equal to എന്താണ് 0.2 ആണ്. അപ്പൊ ഇന്റർവെൽ എത്രയാണ് 0.2 ആണ്. ഇന്റർവെലിന്റെ എണ്ണം എത്രയാണ് 5 ആണ്. അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും എന്താണ് എഫ് ഓഫ് എക്സും ആണ് വേണ്ടത്. ഓക്കെ, എക്സ് എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ് നമ്മൾ ഇന്റഗ്രേറ്റ്. അപ്പൊ ഒന്നാമത്തെ എത്രയാണ് 0 ആണ്. ആ 0യുടെ കൂടെ ഇന്റർവെൽ ആയ 0.2 ആഡ് ചെയ്യുമ്പോൾ 0 plus 0.2 is equal to നമുക്ക് കിട്ടും 0.2. ഇനി 0.2നോട് എഗൈൻ ഇന്റർവെൽ ആഡ് ചെയ്യുമ്പോൾ 0.4. again 0.2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.6. again 0.2 ആഡ് ചെയ്യുമ്പോൾ 0.8. again 0.2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലെ, എക്സ് ക്യൂബ് ആണ്. അപ്പൊ 0 ക്യൂബ് എന്നതായിരിക്കും 0 അല്ലെ. ഇനി 0.2 ക്യൂബ് ആണ്. അപ്പൊ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ക്യൂബ് ആകുമ്പോ 0.008 വരും. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.064. 0.6ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.216. 0.8ന്റെ ക്യൂബ് വരുന്നത് 0.512 ആൻഡ് 1ന്റെ എത്രയാണ് 1. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇക്വേഷൻ y0 ഉണ്ട് yn ഉണ്ട് അല്ലെ. അപ്പൊ y0 എന്ന് പറയുന്നത് 0ഉം yn എന്ന് പറയുന്നത് ലാസ്റ്റിലേത്തുമാണ്. ഓക്കെ, അപ്പൊ ബാക്കി എന്താണ് y1 y2 y3 y4. ഓക്കെ, അപ്പൊ ഈ ഫോർമുല എന്താ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 x ക്യൂബ് dx is equal to h by 2 ആണ് അല്ലെ. അപ്പൊ h by 2 into y0 എത്രയാണ്, y0 is equal to 0 plus yn is equal to 1 plus ഈ ഡയറക്റ്റ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫോർമുല ഒന്നും കൂടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു y0 plus yn അല്ലെ. y1 എന്നുള്ളതിലേക്ക് y5 ആയിട്ട് എഴുതാം. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു y5 പ്ലസ് 2 into ബാക്കിയൊക്കെ y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് y4. ഓക്കെ, ഇതാണ് നമുക്കുള്ള ഫോർമുല കിട്ടിയത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h എത്രയാണ് 0.2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഡിവൈഡ് ബൈ 2 പ്ലസ് y0 പ്ലസ് y5 അല്ലേ. y0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 0. 0 പ്ലസ് y5 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 2 into y1 എത്രയാണ് 0.008 പ്ലസ് 0.064 പ്ലസ് 0.216 പ്ലസ് 0.512. ഓക്കെ, ഇതൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ഇതൊക്കെ ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ 1 ആഡ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എന്താ 0.2 by 2 ആണ് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 by 2 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 0.1
ഇവിടെ കിട്ടും 1 പ്ലസ് ഇതൊക്കെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 2 ഇൻറ്റു ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.8 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 8 is equal to 1.6 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 ഇൻറ്റു എന്താണ് 2.6. 0.1 ഇൻറ്റു 1.6 പ്ലസ് 1 എത്രയാണ്? 2.6. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 2.6 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.26. ഇതായിരിക്കും ഇതിന്റെ ആൻസർ.